ഫിലിപ്പി 3:3 നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. അപ്പോൾ ആരാണ് യഥാർത്ഥ പരിച്ഛേദിതർ എന്ന് പറയുന്നുണ്ട്? ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. അപ്പോൾ ഹൃദയത്തിൽ ആ പരിച്ഛേദന നടന്നിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളായി വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ പറ്റണമെങ്കിൽ ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കണം. ജഡത്തിൽ ശരണം വയ്ക്കരുത്. കൊളോസസ് 2:23 അതിൽ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. ചില നിയമങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കണം. 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക. ഒരു ജഡിക പാപം പോകാനിങ്ങനെ പോ എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്തിട്ട് കാര്യമില്ല. പൂർണ്ണമായി ഉദ്ദിപ്പിക്കണം. ഉന്നതത്തിലുള്ള സ്വർഗത്തിലുള്ളവയിൽ ശ്രദ്ധ വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ താനെ നിയന്ത്രിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. 1 പത്രോസ് 4:3 വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അപ്പം അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ, മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കണം, സഹായം എടുക്കണം. 7-ാമത്തെ തിരുവാക്യം, സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. അപ്പോൾ ഈശോയുടെ 2-ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഒരുങ്ങിയിരിക്കണം, സമചിത്തരായിരിക്കണം, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. ചിലർ ചോദിക്കും, എന്തിനാ പ്രാർത്ഥിക്കണേ? എന്തിനാ ഇപ്പം ഇത്ര അധികം പ്രാർത്ഥിക്കണേ? കുറച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. മനുഷ്യൻ ശരീരി മാത്രമല്ല, ആത്മീയനും കൂടിയാണ്. ഒരേ സമയം ശരീരിയും ആത്മീയനുമാണ്. ജഡികനല്ല, ലൗകികനല്ല, ശരീരിയാണ്, ആത്മീയനുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. ആത്മാവുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ ആത്മാവാണ് നമ്മുടെ ശരീരത്തെ പോലും സജീവമാക്കുന്നത്. പ്രാർത്ഥന അത്യന്താപേക്ഷിതാണ്. അപ്പോൾ ചിലർ പറയും, എന്തിനാ പ്രാർത്ഥിക്കണേ? ദൈവത്തിന് അറിഞ്ഞൂടെ? നമ്മുടെ ഫ്രീ വില്ലുണ്ട്, സ്വതന്ത്ര ഇച്ഛ സറണ്ടർ ചെയ്തിട്ട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന പലതരമുണ്ട്. വോക്കൽ പ്രെയർ ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, കോൺടെംപ്ലേഷൻ ഉണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് ആത്മാവുണ്ട്, ശരീരം മാത്രമല്ല. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, 15, 16, 17 തിരുവാക്യങ്ങൾ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം, ജഡത്തെ ജയിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ, പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ. എനിക്ക് ജഡികത വേണ്ട, ജഡിക പാപം വേണ്ട, ജഡത്തിൻ്റെ മോഹങ്ങൾ വേണ്ട. ആത്മീയ അഭിലാഷങ്ങൾ പരിപോഷിപ്പിക്കണം. കൂടുതൽ ജീവനിലേക്കും സമാധാനത്തിലേക്കും നിങ്ങൾക്കങ്ങനെ പ്രവേശിക്കാൻ ഇടയാകട്ടെ. ജീവൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Reign the Holy Ruach Lord. Reign forevermore.